ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കൂടി നമുക്ക് ചേരുകയാണ്. വസീഫ്, ഏതായാലും രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ സന്തോഷിച്ച വലിയ തരത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ തിരിച്ചടി, രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ പെൺകുട്ടി നൽകിയ പരാതിയിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്ന. അറസ്റ്റിന് വിലക്കില്ല. എങ്ങനെ കാണുന്നു കോടതിയുടെ ഇടപെടലിനെ? അല്ല, ബഹുമാനപ്പെട്ട കോടതിയെ നമ്മള് മറ്റൊരു രീതിയിൽ കാണുന്നില്ല. കോടതിയുടെ മുമ്പിൽ എത്തിയ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ കിട്ടിയ വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും വിധി പറഞ്ഞത്. ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ കോടതി ഇപ്പോ മറ്റൊരു കേസിൽ അറസ്റ്റ് നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആദ്യ കേസിലും 15-ാം തീയതി വിശദമായ വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് മറിച്ച് അഭിപ്രായം പറയേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. പക്ഷെ ഇവിടെയൊക്കെ കാണേണ്ടത്, ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയധികം സാംസ്കാരിക അഭിവൃദ്ധി നേടിയ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പിന്തുണക്കാനും ഇങ്ങനെയുള്ള ക്രിമിനലിന് ആശ്വാസം വരുന്ന വിധി വരുമ്പോ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ ഒരു സംഭവമാണ്. കോൺഗ്രസ് അവർ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട ടീം, അതായത് ഇന്ന് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു മാഫിയ സംഘമുണ്ട്. ആ സംഘം തന്നെയാണ് ഇത്രയും നാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആ ക്രിമിനലിനെ ഒളിവിൽ കഴിയാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇനിയും കേരളത്തിലെ ഇന്ത്യയിലെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇങ്ങനെ ഈ പരാതിപ്പെടുന്ന ആളുകൾക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാകുന്ന, കേരള സമൂഹത്തിലെ പ്രത്യേകിച്ച് ഈ വിഷയങ്ങളെയൊക്കെ വളരെ ശരിയായ രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാതെ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. മറ്റ് കാര്യങ്ങൾ വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് സംസാരിക്കാം. വസീഫ്, ഒരു കാര്യം കൂടി, ഇതിനകത്ത് ഈ ഓരോ കേസിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നത് കൂടാതെ ഒരു പെൺകുട്ടികളെ വലയിലാക്കുന്ന ഒരു ട്രാപ്പ് തന്നെ, ഒരു ഹണി ട്രാപ്പ് പോലെയുള്ള ഒരു സംഘം തന്നെ ഈ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു. വി ഡി സതീശൻ അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ള ആളാണ്. ആദ്യം ജോർജ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞത് പോലും, ആ പരാതി പോലും അവഗണിക്കുന്നു. പിന്നീടാണ് ഓരോരോ വിവരങ്ങൾ പുറത്തു വരുന്നത്. പെൺകുട്ടികളെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിനും അതിന് ഗുളിക കൊണ്ട് കൊടുക്കുന്നതിനും കോൺഗ്രസ്സുകാരായ സഹപ്രവർത്തകരുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഫെനി നൈന എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ. ഇതാണ് ഒരു ട്രാപ്പ് ചെയ്യുന്ന ഒരു വലിയ സംഘം, കോൺഗ്രസിലെ വലിയൊരു സംഘം തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തെ കുറിച്ചൊക്കെ നമുക്ക് നേരത്തെ അറിയാം. നൈന സാഹ്നിയെ തന്തൂരി അടുപ്പിലിട്ട് ചുട്ടുകൊന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്നലെ ഗത്യന്തരമില്ലാതെ ഉടുതുണിയില്ലാതെ റോഡിൽ നിൽക്കുന്നവന്റെ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് അവരെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രചരണത്തിനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അതേ സമയത്തും കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഈ ഒരു വിഷയത്തെയൊക്കെ നോക്കി വലിയ പ്രയാസത്തോടുകൂടി നിൽക്കുന്ന സമയത്തും കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു മാഫിയ സംഘമുണ്ട്. ഈ പുതിയ കാലത്ത് വളർന്നു വന്ന മാഫിയ സംഘം. അതാണ് ആർക്കുകൂടി പറയേണ്ടി വന്നത്, മാത്യു കുഴൽനാടിന് കൂടി സൂചിപ്പിക്കേണ്ടി വന്നു. ആ ഒരു സംഘം ഇവിടെ ഇപ്പൊ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ മുമ്പിൽ എത്തിക്സ് ഇല്ല, അവരെന്തും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനം കൊടുക്കുന്നു, പരിഗണന കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ച കോൺഗ്രസിനകത്ത് വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരുപാട് മുൻപ് തന്നെ കുറേയേറെ പരാതികൾ വി ഡി സതീശന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിലല്ലേ പറഞ്ഞത്. എന്താ ഇവര് അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? അങ്ങനെ നിരവധിയായ പരാതികൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇവര് ഓരോരോ സമയത്ത് ഒതുക്കേണ്ട രീതിയിൽ ഒതുക്കി മാറ്റി വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് തെളിവുകൾ സഹിതം ജനങ്ങൾക്കിടയിലേക്ക് വന്ന പുതിയ സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ ഇവർ ഈ നടപടിയൊക്കെ എടുത്തത്. ഇപ്പൊ കോൺഗ്രസ് കുറച്ചുകൂടി ഒരു ആലോചനകൾ നടത്തി ഇങ്ങനെയുള്ളവരെയൊക്കെ കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്തി ഈ പറയുന്ന ക്രിമിനലുകളെ സഹായിക്കുന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ശരി, നന്ദി വസീഫ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.